റിയൽമിയുടെ നാർസോ 30 സീരീസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റിയൽമി നാർസോ 30 സീരീസിൽ രണ്ട് ഫോണുകൾ വരുന്നുണ്ട്. റിയൽമി നാർസോ 30 പ്രോയും അതുപോലെ തന്നെ റിയൽമി നാർസോ 30A എന്ന ഫോണും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നാർസോ 30 പ്രോ എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി നാർസോ 30 പ്രോയിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഫാസ്റ്റ് ആയിട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൽ 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. ഏകദേശം 90.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 നിറ്റ്സ് ആണ്. പിന്നെ ഈ ഫോണിൽ ഐ പ്രൊട്ടക്ഷൻ മോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന ഒരു ടൈപ്പ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒന്നുകിൽ AMOLED ഡിസ്പ്ലേ ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന LCD ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 194 ഗ്രാം ആണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.1 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ രണ്ട് കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, സോഡ് ബ്ലാക്കും അതുപോലെ ബ്ലേഡ് സിൽവറും. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ്റെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 3.5 പോയിൻ്റാണ് കൊടുക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ dimensity 800U എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇപ്പം 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോസസ്സർ തന്നെയാണ് mediatekൻ്റെ dimensity 800U എന്ന പ്രോസസ്സർ. പിന്നെ ഈ ഒരു പ്രോസസ്സറിൽ മാലി G57 എന്ന GPU ആണ് വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G ബാൻഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ N1, N41, N77, N78, N79 എന്നിങ്ങനെ 6 ബാൻഡുകളാണ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 6GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഈ ഫോണിൽ LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിമ്മ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈറസ് ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 4 പോയിൻ്റാണ് കൊടുക്കുന്നത്. ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫോണിന് 4.5 പോയിൻ്റ് കൊടുത്തേനെ. പിന്നെ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 3 പോയിൻ്റാണ് കൊടുക്കുന്നത്. കാരണം ആൻഡ്രോയിഡ് 11 ഇതിൽ ഉപയോഗിച്ചിട്ടില്ല, ആൻഡ്രോയിഡ് 10 ആണ് വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.3 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്ന 119 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ക്യാമറയിൽ സൂപ്പർ നൈറ്റ് സ്കേപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ചില നൈറ്റ് ഫിൽറ്റേഴ്സ് ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 120 FPS സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് UIS Max വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.1 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇതിലും ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂപ്പർ നൈറ്റ് സ്കേപ്പ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് UIS വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ ഈ ഫോണിന് 3 പോയിൻ്റാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു പോയിന്റ് കൊടുക്കുന്നത് ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 5000 mAhൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്ന ഒരു കാര്യം, ഏകദേശം 65 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ നമുക്ക് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ്. പിന്നെ ഈ ഫോണിൽ Type-C ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വയേർഡ് റിവേഴ്സ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 6GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. മാർച്ച് 4 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. അപ്പോൾ ഓവറോൾ പോയിൻറ്റ്സ് നമ്മൾ കൂട്ടുമ്പം 30-ൽ 21 പോയിൻ്റാണ് വരുന്നത്. പിന്നെ ഈ ഒരു ടോട്ടൽ പോയിന്റ് കുറച്ചൊന്ന് കുറഞ്ഞു പോയി എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ തംബ്നെയിലിൽ പക്ഷേ എന്നുള്ളൊരു കാര്യം കണ്ടിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ വളരെ നല്ലൊരു ഫോൺ തന്നെയാണ്. 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന 5G ഫോൺ ഇതാണ്. പക്ഷേ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണെന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ റിയൽമിയുടെ X7 എന്ന ഫോൺ വരുന്നുണ്ട്.
ആ ഒരു ഫോണിൽ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഞാൻ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന LCD ഡിസ്പ്ലേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ആ ഫോണിൽ 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൺ പേപ്പർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതേ സെയിം ആയിട്ടുള്ള പ്രോസസ്സറാണ് വരുന്നത്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ Realme Narzo 30 Proക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ഈ ഫോണിൽ 8 GB റാം ഉണ്ട് എന്നുള്ളതാണ്. Realme X7ൽ 6 GB റാം ആണ് ഉള്ളത്. എന്നാലും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ എനിക്ക് 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ Realme Narzo 30 Pro എന്ന ഫോണിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനായിട്ട് Realme X7 എന്ന ഫോണാണ് തോന്നിയിട്ടുള്ളത്. ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് Realme Narzo 30 Pro എന്ന ഫോൺ വരുന്നത്. 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു ഫോൺ സെലക്ട് ചെയ്യുക. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.